വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശിവൻ അങ്ങ് പോയ ശേഷമാണെങ്കിൽ ശാലിനി ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ശിവൻ വന്നത് ശാലിനി അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അതിന് കണ്ണു തുറന്ന് കിടക്കുകയാണ്. അതേസമയം ശിവനാണെങ്കിൽ കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് നിങ്ങളെന്തെങ്കിലും കഴിച്ചായിരുന്നു ചോദിക്കുമ്പോൾ ഇല്ല, അമ്മ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, തലവേദനയല്ലേ, നല്ല വിശപ്പ് എന്ന് പറയുകയാണ്. അന്നേരം അങ്കിൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നാലും ചോദിക്കുമ്പോൾ അത് നല്ല ഐഡിയ ആണെന്ന് ഇങ്ങനെ പപ്പി പറയുന്നുണ്ട്. അന്നേരം എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പപ്പി പറയുന്നുണ്ട് എനിക്ക് ഐസ്ക്രീം എന്ന് പറയുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുമ്പോൾ തരുമെന്ന് പറയുമ്പോൾ പപ്പി കിട്ടുന്ന ഐസ്ക്രീം എന്ന് പറയുക. അന്നേരം അതൊന്നും പറ്റില്ല, അതൊന്നും ഉണ്ടാക്കി തരാനുള്ള സംവിധാനം ഇവിടെ ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം സത്യ പറയുന്നുണ്ട് എങ്കിൽ അങ്കിളിന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കോ, എന്തായാലും ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ ശരി, നിങ്ങൾക്ക് എഴുതാനുള്ള ഹോംവർക്ക് എന്തെങ്കിലും ചെയ്ത് 10 മിനിറ്റ് ഞാനിപ്പോൾ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അന്നേരം ശാലിനിയുടെ കണ്ണ് തുറന്ന് കിടക്കുകയാണ്, എഴുന്നേൽക്കുന്നില്ല. അന്നേരം ശിവൻ അടുക്കളയിൽ ചെന്നിട്ട് ഇതിപ്പോൾ പണിയാവില്ല എങ്ങനെയാണെന്നും പറഞ്ഞ് നോക്കിയിട്ട് ഉപ്പും ഉണ്ടാക്കാൻ ആദ്യം റവയാണ് വേണ്ടതെന്ന് റവ നോക്കാമെന്നും പറഞ്ഞ് 1-2 പോണിയൊക്കെ തുറന്ന് നോക്കണം. ഇത് അരിയല്ലേ എന്നും പറഞ്ഞ് അവസാനം റവ കിട്ടുന്നുണ്ട്. ഇനി പപ്പടം അല്ലേ എന്ന് പറഞ്ഞാൽ അതെല്ലാം എടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് അന്ന് ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. പക്ഷേ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വെള്ളം അങ്ങോട്ട് കൂടി പോവുകയാണ്. അന്നേരം ഇതിപ്പോൾ പിന്നെ ഉപ്പുമാവെന്ന് പറഞ്ഞിട്ട് പായസമായിപ്പോയില്ല, എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പപ്പടമൊക്കെ പൊള്ളിച്ചെടുക്കുന്നുണ്ട്. അതേസമയം അവിടെ രണ്ടുപേരും കൂടി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം കിച്ചണിൽ നിന്ന് ശബ്ദമൊന്നും ഇല്ലല്ലോ, നമുക്കൊന്ന് പോയി നോക്കിയാലോ, അങ്കിളെ എന്തായി എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അന്നേരം 10 മിനിറ്റ് ഇപ്പോൾ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. തുടർന്ന് അവരങ്ങനെ ഇരിക്കുമ്പോൾ ശിവനാണെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഈ ഉപ്പുമാവെന്ന് പറയുന്നത് പായസം പോലെ ആയിപ്പോൾ അതുകൊണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അതിങ്ങനെ 2 സ്പൂണൊക്കെ വെച്ചിട്ട് പപ്പടമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ടണ്ടണ എന്നും പറഞ്ഞിങ്ങനെ കൊണ്ടുവന്നിട്ട് മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ചോദിക്കുന്നത് പപ്പിമോൾ എന്താ ആഗ്രഹിച്ചത്, പിന്നെ ഐസ്ക്രീം അല്ലേ, സത്യമോൾ ഉപ്പുമാവല്ലേ, അപ്പോൾ രണ്ടും കൂടെ ചേർന്നുണ്ടാക്കിയ എങ്കിളിൻ്റെ ഒരു പ്രത്യേകതരം ഡിഷാണെന്ന് പറഞ്ഞിട്ട് 2 പേർക്ക് 2 ഗ്ലാസ്സായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ പപ്പടം എന്ന് പറഞ്ഞ് 2 പേരെയും കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം പപ്പടം ആണെങ്കിൽ അങ്ങ് കരിഞ്ഞില്ല, ഒരുപാട് അങ്ങ് മൂത്തുപോയി. അന്നേരം ഇതെന്താ ഇങ്ങനെയും ചോദിക്കുമ്പോൾ അത് എൻ്റെ ഒരു സ്പെഷ്യൽ ട്രിക്കാണെന്നൊക്കെ നിങ്ങൾ എന്നെ കഴിച്ചതെന്ന് പറയാം. 2 പേരും കഴിച്ച് നോക്കുന്നുണ്ട്, കൊള്ളാം എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് ശാലിനിയാണെങ്കിൽ ഇപ്പോൾ അത് എഴുന്നേറ്റ് വരികയാണ്. അന്നേരം ഈ കുട്ടികൾ എന്നിട്ട് അവരവിടെ പുറകെ വന്ന് നിൽക്കുന്നുണ്ട്. അന്നേരം ഇതെന്താ അങ്ങളെ ഡിഷിൻ്റെ പേര് എന്നിങ്ങനെ സത്യ ചോദിക്കുകയാണ്. അന്നേരം ശിവനിങ്ങനെ പേര് എന്ന് പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ശാലിനി പറയുന്നുണ്ട് സാൾട്ട് മാംഗോ ട്രീ എന്ന് പറയുകയാണ്. അന്നേരമാണ് ശാലിനി അവരെല്ലാവരും കാണുന്നത്. അന്നേരം പിന്നെ ശിവനോട് ഇങ്ങനെ ശാലിനി ചോദിക്കും എന്താ ഉപ്പുമാവിൽ വെള്ളം കൂടി പോയെന്ന്. അന്നേരം ചെറുതായിട്ടൊന്നും പാളിപ്പോയി, അതുകൊണ്ട് ഷുഗർ ഉള്ളത് കൊണ്ട് ഞാനൊന്നും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയുകയാണ്. തന്നെ ശാലിനി പപ്പടം എടുത്ത് ചോദിക്കും ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ കറമുറ കടിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ഞാൻ നല്ലോണം അങ്ങ് മൂപ്പിച്ചു എന്നിങ്ങനെ പറയുകയാണ്. എന്നാലും കൊള്ളാം, നന്നായിട്ടുണ്ട് എന്തെങ്കിലും കുട്ടികൾ പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ സന്തോഷമായി ഇരിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് ശാലിനിയോട് ശിവൻ ചോദിക്കുകയാണ് അല്ല തലവേദന എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, ചെറിയ പനി ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ശിവനാണെങ്കിൽ ശാലിനിയുടെ നെറ്റിയിലേക്ക് ഇങ്ങനെ കൈവയ്ക്കുകയാണ്. എന്നിട്ട് കുട്ടികളുടെ മുന്നിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ ശിവനെ തന്നെ നോക്കുന്നുണ്ട്, ശിവനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരമാണ് ആ ഹാർട്ടിൻ്റെ ആ ഒരു സീനൊക്കെ ഹൃദയടുപ്പിൻ്റെ ആ ഒരു സീനൊക്കെ കാണിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ശിവനങ്ങ് കൈമാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ തോന്നിയതായിരിക്കുന്നത്, പരസ്പരം മുഖത്ത് നോക്കുന്നില്ല. ശാലിനിയുടെ മുഖത്ത് നോക്കാനായിട്ട് ശിവൻ എന്തോ ഒരു ചെറിയ ചമ്മൽ പോലെ. എന്നിട്ട് നമുക്ക് ഡോക്ടറെ അടുത്ത് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങളിപ്പോൾ പോയിട്ട് വരാം പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ശിവൻ. എന്നിട്ട് ശിവൻ വണ്ടി എടുക്കാനായിട്ട് മുറ്റത്തേക്ക് പോകുമ്പോൾ ശാലിനി പിന്നാലെ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ആ ജനലിൽ കൂടി ശാലിനി ഇങ്ങനെ ശിവനെ തന്നെ നോക്കുകയാണ്. പക്ഷെ ശിവൻ നോക്കുന്നില്ല. ശിവൻ പെട്ടെന്ന് വണ്ടി എടുത്തങ്ങ് പോകുന്നുണ്ട്. ഇതേ സമയം ആ രാത്രി തന്നെയാണ് അരുണയുടെ വീട്ടിൽ. അരുണയാണെങ്കിൽ കുഞ്ഞിങ്ങനെ കട്ടിൽ കിടക്കുന്നുണ്ട്, അതിനോട് കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അവിടെ ഹാളിലാണെങ്കിൽ നന്ദന ഇങ്ങനെ ഫോണിൽ പാട്ടും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദുർഗ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം മനസ്സമാധാനമായിട്ട് ഒരു പാട്ട് കേൾക്കാൻ സമ്മതിക്കില്ലേ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ്. അന്നേരം നിന്നെ ഞാൻ ഇല്ലാത്ത നാടകമൊക്കെ കളിച്ച് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് പണി എടുപ്പിക്കാനാണെന്ന് പറയുമ്പോൾ പണിയെടുക്കാനൊന്നും മുത്തശ്ശി സമ്മതിക്കില്ല, കഴിച്ച പ്ലേറ്റ് പോലും എടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും അല്ല, ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലി എന്തായി എന്ന് പറഞ്ഞ് ദുർഗ ദേഷ്യപ്പെടുകയാണ്. അന്നേരം അമ്മ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുകയാണ്. അന്നേരം ഈ ലോകത്തുള്ള കുഞ്ഞുങ്ങളെല്ലാം വിശുദ്ധ പട്ടം കൊടുത്ത് നീ അലങ്കരിച്ചിരിക്കുകയല്ലേ, അങ്ങനെ ഞാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ നാളെ തന്നെ അവിടെ നിന്ന് പെട്ടിങ്ങടൊക്കെ എടുത്തിങ്ങ് പോരാ. പിന്നെ ബാംഗ്ലൂർ എൻ്റെ മോൾ എന്തിനാ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞത്, അതെന്തായാലും നടക്കില്ല. ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തവരെ എന്തിനാ എൻ്റെ കാശ് മുടക്കി പഠിപ്പിക്കുന്നതെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഈ നന്ദന പറയുന്നുണ്ട് അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്, അമ്മ തന്നാൽ പൊടി കുഞ്ഞിൻ്റെ പാലിൽ കലക്കണം, അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നന്ദനാണെങ്കിൽ അടുക്കളയിലേക്ക് വരികയാണ്. ആ കുഞ്ഞിൻ്റെ പാല് നോക്കിയാണ് വരുന്നത്. എന്നാൽ വരുമ്പോൾ ഗ്യാസിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അന്നേരം അതിൻ്റെ അടപ്പ് അങ്ങോട്ട് എടുക്കുന്ന ടൈമിൽ എന്നിട്ട് ആ പൊടി ഇങ്ങനെ കയ്യിലിരിക്കുകയാണ്. പക്ഷേ ഈ ടൈമിൽ മുത്തശ്ശിയാണെങ്കിൽ പാൽക്കുപ്പിയായിട്ട് വരുന്നുണ്ട്. അന്നേരം നന്ദന എന്താ അടുക്കളയും ചോദിക്കുമ്പോൾ ചൂടുവെള്ളം ഉണ്ടോ എന്ന് അറിയാനാണെന്ന് പറഞ്ഞ് പൊടി അങ്ങ് മാറ്റി പിടിക്കുന്നുണ്ട്. അന്നേരം അത് ഈ ഫ്ലാസ്കിൽ ഇരിപ്പുണ്ട്, ചെറിയ ചൂടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ പാല് കൊച്ചിൻ്റെ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ടും കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ കുഞ്ഞിന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണ്. അന്നേരം ആ പൊടി പാല് കലർത്താനായിട്ട് പറ്റിയില്ല. അതിന് ശേഷം കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇതേസമയം
അരുണയാണെങ്കിൽ അവിടെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ആരോ ഒന്ന് ഗാർഗി ആൻ്റിയാണോ ഒന്ന് ബെല്ലടിക്കുന്നത്. അന്നേരം ഈ സമയത്തൊന്നും പറഞ്ഞ് അരുണ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. അന്നേരം വാസുദേവനും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ഞാൻ നോക്കാം അച്ഛാന്ന് പറഞ്ഞിട്ട് അരുണ തന്നെ പോയി വാതിൽ തുറക്കുമ്പോൾ ഗാർഗി ആൻ്റിയാണ് കാണുന്നത്. അന്നേരം ഗാർഗി ആൻ്റിയോ വന്നാട്ടെ എന്ന് വിളിക്കുമ്പോൾ ഞാൻ മാത്രമല്ല കുഞ്ഞിനെ നോക്കാൻ ഒരു ആയ വേണമെന്ന് ഒരാൾ കൂടിയുണ്ട് എന്ന് പറഞ്ഞ് ശാരികയെ വിളിക്കുകയാണ്. അന്നേരം ശാരദയെന്ന് വിളിക്കുമ്പോൾ ശാരികയും വരുന്നുണ്ട്. അന്നേരം അരുണയാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്, അടിമുടി നോക്കി. എന്നിട്ട് അകത്തേക്ക് വാന്ന് പറഞ്ഞ് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വരികയാണ്. വാസുദേവനോട് പറയുന്നുണ്ട് ഗാർഗി ആൻ്റിയാണെന്ന് പറയുമ്പോൾ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇരിക്കാനൊന്നും സമയമില്ല, ഞാൻ കുഞ്ഞിനെ നോക്കാൻ ആളിന് വേണമെന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഈ അകത്താണെങ്കിൽ മുത്തശ്ശിയാണെങ്കിൽ കുഞ്ഞിന് പാലൂടെ കുഞ്ഞങ്ങ് കരയുകയാണ്. അന്നേരം ഈ ശാരിക ഇങ്ങനെ ശബ്ദം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് കരച്ചിൽ തുടങ്ങി, കുറേ നേരത്തെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്ന് പറയുകയാണ്. അന്നേരമെങ്കിൽ ഞാനൊന്ന് എടുക്കട്ടെ എന്നിങ്ങനെ ആ ഒരു വെപ്രാളമൊക്കെ ഇങ്ങനെ ശാരികയ്ക്ക് തോന്നുകയാണ്. സ്വന്തം കുഞ്ഞ് കരയുമ്പോൾ ഉണ്ടാകുന്നത് തന്നെയാണ് തോന്നുന്നത്. അന്നേരം ഞാനൊന്ന് എടുക്കട്ടെ ചോദിക്കുമ്പോൾ അതിനെന്താ നീ കുഞ്ഞിനെ നോക്കാനല്ലേ വന്നത്, ചെന്നെടുത്തോ എന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം എന്നിങ്ങനെ അത് മാത്രം മതി എന്നിങ്ങനെ വാസുദേവൻ പറയുമ്പോൾ അടുക്കള പണിയിൽ ഇവൾ സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് നീ ചെന്നെടുത്തോ എന്ന് പറയുമ്പോൾ ശാരിക പെട്ടെന്ന് റൂമിലേക്ക് ചെല്ലുകയാണ്. അന്നേരം ഗാർഗി ഇവിടെ പറയുന്നുണ്ട് ഇവൾ വിശ്വസിക്കാൻ കൊള്ളാം, വീട്ടുജോലിയിൽ സഹായിക്കാം, ശമ്പളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉള്ളത് കൊടുത്താൽ മതി, അങ്ങനെ പരാതിയും പരിഭവം ഒന്നുമില്ല, വിശ്വസിച്ച് ഏൽപ്പിക്കാം. എനിക്ക് ഹോട്ടലിൽ നിർത്തണമെന്നുണ്ട്, പക്ഷേ എൻ്റെ മകൻ്റെ കാര്യം അറിയാമല്ലോ, തലറിച്ച മകനാണ്, അവന് വിശ്വസിക്കത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത്, വേറെ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാരികയാണെങ്കിൽ പിന്നെ റൂമിലേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശിയുടെ കയ്യിലിരുന്ന് ഈ കുഞ്ഞ് പാല് കൊടുക്കുകയാണ്, പക്ഷെ കുടിക്കുന്നില്ല. അന്നേരം ഈ ആദ്യം ഇങ്ങനെ എത്തി നോക്കുകയാണ്. അന്നേരം കാല് മാത്രമേ കാണുന്നുള്ളൂ. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് മുന്നിലേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം കുഞ്ഞിനെ ഇങ്ങനെ നോക്കുമ്പോൾ ശാരികയ്ക്ക് ഒന്നല്ലാതൊരു ഓർമ്മ വരുന്നുണ്ട്, തൻ്റെ കുഞ്ഞാണോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ കറക്റ്റായിട്ട് ആ ശാരികയുടെ മൈൻഡിൽ ഓർമ്മ നിൽക്കുന്നില്ല തൻ്റെ കുഞ്ഞാണെന്നുള്ളത്. ആ തൊട്ടിൽ കിടക്കുന്ന രൂപവും ആ ഹോസ്പിറ്റലിൽ പിന്നെ ശാലിനി കൊണ്ടുവന്നല്ലോ കുഞ്ഞിനെ മുമ്പേയൊക്കെ, അപ്പോഴും ആ ഒരു ഇതൊക്കെ ശാരിക ഓർമ്മിക്കുന്നുണ്ട്. അന്നേരം അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ഈ മുത്തശ്ശി ശാരിയെ കാണുമ്പോൾ ആരാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അന്നേരം ആരാന്ന് ഏതാടി പെണ്ണെ നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശാരി പറയുന്നുണ്ട് ഞാൻ കുഞ്ഞിനെ നോക്കാനായിട്ട് ഗാർഗി ആൻ്റി പറഞ്ഞിട്ട് പുറത്ത് നിൽപ്പുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ കുഞ്ഞിനെ നോക്കിയൊക്കെ പരിചയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഉണ്ട് എന്ന് പറയുകയാണ്. അന്നേരം എങ്കിൽ എടുക്കുക എന്ന് പറയുകയാണ്. അന്നേരം പെട്ടെന്ന് ശാരിക കുഞ്ഞിനെ അങ്ങ് എടുക്കുന്നുണ്ട്. അന്നേരം കുഞ്ഞ് കരച്ചിൽ നിർത്തുകയാണ്. അന്നേരം ഈ സംഭവങ്ങളൊക്കെ നന്ദനാണെങ്കിൽ മറഞ്ഞു നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഈ സീനല്ല. എന്നിട്ട് ആ പൊടി ഇങ്ങനെ കയ്യിലിറുക്കി പിടിച്ചിരിക്കുകയാണ്. അന്നേരം ഗാർഗി പറയുന്നുണ്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ കേട്ടിങ്ങനെ നന്ദന നിൽക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ അതിനുശേഷവും ഈ കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ ശാരികയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ മുഖം നോക്കുന്നുണ്ട്, തൻ്റെ കുഞ്ഞാണെന്നുള്ള ഓർമ്മയിലും എന്തോ ഒരു പരിസരബോധം ഇല്ലാതെന്ന പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ സ്വന്തം കുഞ്ഞാണെന്ന് ഉറപ്പിക്കാനായിട്ട് ശാരികയ്ക്ക് അവിടെ കഴിയുന്നില്ല. അതിനുശേഷം ഇവിടെ മുത്തശ്ശിയാണെങ്കിൽ ഈ വാസുദേവൻ്റെ ഗാർഗിയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട് കുഞ്ഞിനെ നോക്കാനുള്ള മരുന്നൊക്കെ അവളുടെ കയ്യിലുണ്ട്, കുഞ്ഞ് പെട്ടെന്ന് ഇണങ്ങി എന്ന് പറയുക. അന്നേരം അവൾ വിശ്വസിക്കാൻ കൊള്ളാം, നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നിങ്ങനെ പറഞ്ഞ് അന്നേരം ഞാൻ ഇറങ്ങുന്നു എന്നിങ്ങനെ ഗാർഗി പറയുന്നുണ്ട്. ഇതേ സമയം അവിടെ ശാലിനിയുടെ വീട്ടിലെ കുട്ടികളാണെങ്കിൽ ഇരുന്ന് കട്ടിലിരുന്ന് അങ്ങോട്ട് കളിക്കുകയാണ്. അന്നേരം അത് കൈകുട്ടികളെയൊക്കെ അങ്ങോട്ട് മതിയാക്കുക, നേരത്തെ എണീക്കാനുള്ളതാണ്, ഉറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ മൈൻഡ് ചെയ്യുന്നില്ല. അന്നേരം കിടക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരണമെന്ന് പറയുമ്പോഴത്തേക്കോ കഥയൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഈ സമയം അവിടത്തേക്ക് തന്നെയാണെങ്കിൽ സുസ്മിത വരുന്നുണ്ട്. സുസ്മിത കാറിൽ വരുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത്. വെള്ള സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ഒരു യക്ഷിയുടെ ഒരു രൂപം പോലെ തന്നെയാണ് കാണിക്കുന്നത്. ആ ഒരു യക്ഷി കളിക്കുന്ന പല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിൽ സുസ്മിത ഇങ്ങനെ കയ്യിലെടുത്ത് വായിലേക്ക് വെച്ചൊക്കെ നോക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് വരുന്നത്. പക്ഷേ പിന്നെ അത് മാറ്റുകയാണ്, പല്ല് അങ്ങോട്ട് മാറ്റുന്നുണ്ട്. പക്ഷേ കണ്ടാലൊരു പ്രേതത്തെ പോലെ തന്നെയാണ്. എന്നിട്ട് ഇവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ട് ഗേറ്റൊക്കെ തുറന്ന് ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് പിന്നിൽ കൂടിയാണ് വരുന്നത്. എന്നിട്ട് ശിവനും ശാലിനിയും കൂടി ഒരുമിച്ചാണ് കിടക്കുന്നതെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് ഫാമ ആൻറ്റിയെ കാണിക്കണം, അപ്പോൾ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തീയിലേക്ക് ചിലപ്പോൾ എണ്ണ കോരി ഒഴിക്കുന്ന രീതിയാണെന്നൊക്കെ പറഞ്ഞ് ആ ജനലിൻ്റെ അടുത്തേക്ക് വരികയാണ് ഇവരുടെ ആ റൂമിൻ്റെ. അന്നേരം പിന്നെ ഈ കുട്ടികളിങ്ങനെ പറയുന്നിട്ട് ശിവനും ആ റൂമിലേക്ക് വാതിൽക്കൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം അമ്മ ഒരു കഥ പറഞ്ഞ് പ്രേതകഥ മതി എന്നിങ്ങനെ പറയുകയാണ്. പ്രേതവും ഇല്ല, മനുഷ്യനല്ലാതെ തന്നെ പേടിച്ചിട്ട് കിടക്കാൻ വയ്യ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം പിന്നെ ശിവൻ പറയുകയാണ് എൻ്റെ ശാലിനി, കുട്ടികൾ ഏതെങ്കിലും അങ്ങനെയാണ് വിളിക്കുന്നത്, എൻ്റെ ശാലിനി എന്തെങ്കിലും സിനിമാ കഥ പ്രേതകഥ കണ്ടിട്ടായിരിക്കും പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഒന്നുമില്ല, നിങ്ങൾ കിടക്കുമെന്ന് പറയുകയാണ്. അന്നേരം ശിവൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവുകയാണ്, രാവിലെ ഞാൻ വന്ന് വിളിക്കും, അപ്പോൾ എഴുന്നേക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ കുട്ടികളിങ്ങനെ ഉമ്മയൊക്കെ ഇങ്ങനെ ഫ്ലൈങ് കിസ് കൊടുക്കുന്നുണ്ട്. ശിവൻ ശരിയെന്ന് പറയുകയാണ്. എന്നിട്ട് ശാലിനിയോടും ശരിയെന്ന് പറഞ്ഞിട്ട് ശിവൻ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം ഈ കുട്ടികൾ പറയുകയാണ് അമ്മ ഇന്ന് നമുക്ക് അമ്മയോടെ കിടന്നിട്ട് അമ്മയെ കൊണ്ട് കഥ പറയിപ്പിക്കാം എന്നിങ്ങനെ കുട്ടികൾ പരസ്പരം പറയുകയാണ്. എന്നിട്ട് ചോദിക്കുന്നത് അമ്മ ഡ്രാക്കുളയുടെ മക്കളാണോ പ്രേതങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. എന്നാലും അമ്മ അങ്ങോട്ടൊരു കഥ പറഞ്ഞ് മതിയാകുമെന്ന് പറയുന്നുണ്ട്. അവസാനം കയറി കെട്ട് ശാലിനി കുട്ടികളുടെ അടുത്ത് കട്ടിലിരിക്കുകയാണ്. അന്നേരം സുസ്മിത ആണെങ്കിൽ ആ ജനലിൻ്റെ അടുക്കലേക്ക് വരികയാണ്. ഇങ്ങനെ ഈ സീൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത്. അന്നേരം ശാലിനി പറയുന്നുണ്ട് പ്രേതങ്ങൾ സാധാരണ വരുന്നത് വെള്ള സാരി ഉടുത്താണ് വരുന്നത്,
മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടാണ് വരുന്നത്. പിന്നെ ചോര കുടിക്കുന്ന വലിയ പല്ല് കാണുമെന്നൊക്കെ പറയും. അത് ചോര കുടിക്കുന്ന എന്തിനാന്ന് ചോദിക്കുമ്പോൾ വിശന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ശാലിനി കളിയാക്കുന്നുണ്ട്. നമ്മളൊക്കെ ആഹാരം കഴിക്കുന്ന വിശന്നിട്ട്, അതുപോലെ അവരൊക്കെ വിശക്കുമ്പോൾ ചോര കുടിക്കുമെന്നും പറഞ്ഞ് ശാലിനി കളിയാക്കുന്നുണ്ട്. എന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ സത്യ ചോദിക്കുന്നുണ്ട്, കാല് നിലത്ത് മുട്ടുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് നിലത്ത് മുട്ടില്ല എന്നിങ്ങനെ പറയുകയാണ്. ശാലിനി ഓരോ ആക്ഷനും പറയും. വെള്ള സാരി എന്ന് പറയുമ്പോൾ സുസ്മിതയുടെ അതേ രൂപം കാണിക്കുന്നുണ്ട്. മുടി അഴിച്ചിട്ടു എന്ന് പറയുമ്പോൾ സുസ്മിതയും കാണിക്കുകയാണ്. പല്ല് അത് കാണിക്കുന്നില്ല. അന്നേരം സുസ്മിത ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ഇതൊരു പറയുമ്പോൾ ചെറിയ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അന്നേരം കുട്ടികളിങ്ങനെ ആകെ പേടിക്കുകയാണ്. ശാലിനി ഇങ്ങനെ ഇത്തിരി പൊലിപ്പിച്ചൊക്കെയാണ് പറയുന്നത്. പെട്ടെന്ന് സത്യമാണെങ്കിൽ ഇങ്ങനെ ഒന്നല്ലാതെ ജനലിന് അങ്ങോട്ടത്തേക്ക് നോക്കുമ്പോൾ സുസ്മിതയെ കാണുന്നുണ്ട്. അയ്യോ പ്രേതമെന്നും പറഞ്ഞ് സത്യയും അപ്പയും കൂടി അങ്ങോട്ട് നിലവിളിക്കുകയാണ്. ശാലിനിയെ ചുറ്റി പിടിക്കുന്നുണ്ട്. ഇത് കേട്ട് സുസ്മിത ഒന്ന് പേടിച്ചു. സുസ്മിത അങ്ങ് മാറുകയാണ്, ജനലിൻ്റെ അപ്പുറത്തേക്ക് മാറുന്നുണ്ട്. പക്ഷെ ആരോ മാറി എന്നുള്ളത് ശാലിനിയും കാണുന്നുണ്ട്. കുട്ടികളങ്ങോട്ട് ബഹളം ഉണ്ടാക്കുമ്പോൾ ശിവനും വരുന്നുണ്ട്. അന്നേരം എന്താന്ന് ചോദിക്കുമ്പോൾ അവിടെ ജനലിൻ്റെ അടുത്ത് പ്രേതം കണ്ടു എന്ന് പറയുകയാണ്. അന്നേരം കഥ പറഞ്ഞപ്പോൾ വെറുതെ തോന്നിയതായിരിക്കും, അതിൻ്റെ ഒരു ഇതിൽ നിങ്ങൾക്ക് അങ്ങനെയാണെന്ന് പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, ഇല്ല ജനലിൻ്റെ അടുത്ത് ആരും ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എങ്കിൽ പിന്നെ ഒന്ന് നോക്കണമല്ലോ എന്ന് പറഞ്ഞ് ശിവനും കൂടി ടോർച്ച് എടുക്കുകയാണ്. അന്നേരം സൂക്ഷിക്കണം, ആരാ എന്താണെന്നറിയാതെ എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് ശിവൻ ടോർച്ച് എടുത്തുകൊണ്ട് അങ്ങോട്ടത്തേക്ക് പോവുകയാണ്. അന്നേരം ശിവനെങ്കിലിനെ പ്രേതം പിടിക്കൂ എന്നിങ്ങനെ പപ്പിയും സത്യയും കൂടി ഇങ്ങനെ വിശന്നിരിക്കുകയാണെങ്കിൽ പിടിക്കും എന്നിങ്ങനെ കുട്ടികൾ പറഞ്ഞ് ശാലിനി വട്ടം ചുറ്റി പിടിച്ചിരിക്കുകയാണ്. ശാലിനി ഇങ്ങനെ അകത്ത് നിൽക്കുന്നേ ഉള്ളൂ. അതേസമയം സുസ്മിതയാണെങ്കിൽ ആ കിണറ്റിൻ്റെ അപ്പുറത്തേക്ക് മാറിയിട്ട് ആ വെളിയിലത്തെ ബാത്റൂമിന് അകത്തേക്ക് കയറുകയാണ്. എന്നിട്ട് ശിവൻ ആ സൈഡിലേക്ക് തന്നെ ടോർച്ച് പിടിച്ച് പോകുന്നുണ്ട്. സുസ്മിത പേടിച്ച് അതിനകത്ത് തന്നെ നിൽക്കുകയാണ്. ഇത്രയുമേ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി സുസ്മിതയെ ശിവനിനി പിടിക്കുമെന്നുള്ളതാണ്. അവിടെ പിടിക്കത്തൊന്നുമില്ല, മിക്കവാറും ശിവനങ്ങ് പോവുകയായിരിക്കും ചെയ്യുന്നത്. ഇനി ശാരിക കുഞ്ഞിനെ നോക്കാൻ പോയില്ലേ, ഇനി അവിടെ ഈ നന്ദനെ എന്തെങ്കിലും പണിയൊപ്പിക്കുമോ എന്താകുമെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.